ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട വ്യാജ വീഡിയോകളും തെറ്റായ വാർത്തകളും പ്രചരിപ്പിച്ച 375 പേരെ അറസ്റ്റ് ചെയ്ത അബുദാബി പോലീസ്. ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്ന തരത്തിൽ ആക്രമണ മേഖലകളുടേത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് നടപടി. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്നും സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്നും അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ സംഘർഷ മേഖലകളുടെയും തന്ത്രപ്രധാന പ്രദേശങ്ങളുടെയും ഫോട്ടോകളും വീഡിയോകളും ചിത്രീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും UAE ആഭ്യന്തര മന്ത്രാലയം കർശന വിലക്കേർപ്പെടുത്തിയിരുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന്റെ പേരിലാണ് 375 പേരെ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ പലരും ആക്രമണ മേഖലകളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച നിരവധി ആളുകളും ഇതിൽ ഉൾപ്പെടുന്നു. സൈബർ പട്രോളിംഗിലൂടെയാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. ഓരോ സന്ദർഭത്തിലും കൃത്യമായ അലർട്ടുകൾ നൽകിയിട്ടും അതെല്ലാം ഇവർ അവഗണിച്ചതായി പോലീസ് പറഞ്ഞു. തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ജനങ്ങൾക്കിടയിൽ അനാവശ്യ ഭീതി പടർത്താൻ കാരണമാകുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പൊതുജനങ്ങളോട് അബുദാബി പോലീസ് ആവശ്യപ്പെട്ടു. സമൂഹമാധ്യമങ്ങൾ വഴി ലഭിക്കുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളോ വീഡിയോകളോ ഷെയർ ചെയ്യരുതെന്ന് പോലീസ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. ആധികാരിക വിവരങ്ങൾക്കായി ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണം. തെറ്റായ വിവരങ്ങൾ നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും UAE നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ്. കനത്ത പിഴയും തടവ് ശിക്ഷയുമാണ് ഇത്തരക്കാരെ കാത്തിരിക്കുന്നത്. പൊതുജന സുരക്ഷയും രാജ്യത്തിന്റെ സമാധാനവും കണക്കിലെടുത്ത് സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. തെറ്റായ വാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചതിന്റെ പേരിൽ നേരത്തെയും നിരവധി ആളുകൾ അറസ്റ്റിലായിരുന്നു. റിപ്പോർട്ടർ, അബുദാബി.